പതിനായിരക്കണക്കിന് ആളുകൾ വരുന്ന ക്യൂവും അത് നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ ആളുകൾ കടന്നു വരികയൊക്കെ ചെയ്യുന്ന പ്രശ്നമാണ്. കഴിഞ്ഞ ദേവസ്വം ബോർഡ് കഴിഞ്ഞ വർഷത്തെ മണ്ഡല മകരവിളക്ക് അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. എത്രമാത്രം ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയും പൊതുവെ യാതൊരു തരത്തിലുള്ള അസംതൃപ്തിയുമില്ലാതെ അവിടെ അത് സംഭവിക്കുകയും ചെയ്തല്ലോ. അത് ശ്രീ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ശേഷം വന്ന സംഭവങ്ങളൊക്കെ ഇതിനോട് നമുക്ക് ചേർത്ത് വെക്കേണ്ട കാര്യമില്ല. അത് വേറൊരു സംഭവമാണ്. അതുകൊണ്ടാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞങ്ങൾ ശബരിമലയുടെ കാര്യത്തിൽ ഈ ആളുകളെ കൺട്രോൾ ചെയ്യാനുള്ള ക്യൂവിലും മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കാനുള്ള നിലപാടിലാണെന്ന് പറഞ്ഞത്. അത് നിങ്ങൾ ഇത് ഇന്നത്തെ വൈകുന്നേരത്തോടു കൂടി ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടതെങ്ങനെയാണ്? അത് സ്വാഭാവികമായിട്ടും അവിടെ 3000-ഓളം പോലീസുകാരെ വിന്യസിച്ചു. ഇനിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിങ്ങൾ നേരത്തെ ക്ലിപ്പിങ്ങിലൂടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ബൈറ്റിലൂടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ കുറച്ച് ആളുകൾ കൂടി വേണ്ടതുണ്ട്. അപ്പോൾ ഈ ടോയ്ലറ്റ് ക്ലീനിങ്ങിന്റെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ആളുകളെ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. 150 പേരാണ് ഒരു ഘട്ടത്തിൽ അവിടെ ഉള്ളത്. 200 പേരെ തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേകമായി അതൊക്കെ ഇന്നത്തെ തീരുമാനമാണല്ലോ. പ്രതീക്ഷിക്കുന്നത് നമ്മൾ അവിടെ മുട്ടാൻ പോകുമ്പോഴാണ് തലകുനിട്ട് അല്ലല്ലോ. നമ്മൾ പിക്കോപ്പൻ ശബരിമലയിൽ ഇതിനു മുമ്പും ഇത് താങ്കൾ പറഞ്ഞ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപിടി അവലോകനങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവലോകനങ്ങളുടെ റിവ്യൂ ഉണ്ടാവാറുണ്ട്. ഇക്കുറി എത്ര അവലോകനങ്ങൾ ഉണ്ടായി? ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ എത്ര അവലോകനം അവിടെ ഉണ്ടായി? പിക്കോപ്പൻ അങ്ങനെ അറിയാമോ? ഈ കുറി 10-ാം തീയതിക്ക് ശേഷം അവലോകന യോഗങ്ങൾ കഴിയില്ല എന്നുള്ളത് അങ്ങേക്ക് അറിയാമല്ലോ. കോഡ് ഓഫ് കോണ്ടാക്ട് വന്നതോടുകൂടി ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടാൻ അവകാശമേ ഇല്ല. 10-ാം തീയതിയാണ് ഇവിടെ വൃശ്ചികം 1 എന്ന് പറയുന്നത്. 10-ാം തീയതി അറിയുന്ന കാര്യമല്ല. ഇവിടെ വൃശ്ചികം 1-ന് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങുമെന്ന കാര്യം 10-ാം തീയതി അറിയുന്ന കാര്യമാണോ? അതിനു മുമ്പ് എത്രയോ അങ്ങേക്ക് അറിയാത്തതല്ലോ. പിക്കോപ്പൻ ഒരു തീർത്ഥാടന കാലം കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് അടുത്ത തീർത്ഥാടന ഒരുക്കൽ സാധാരണ തുടങ്ങുന്നതാണ്. ഇവിടെ തുടങ്ങിയതുമാണ്. തുടങ്ങി ഒരു സമയമായപ്പോഴത്തേക്ക് ബ്രേക്ക് ഇട്ടോൾ നിന്നു. എന്താണ് പ്രശ്നം? സ്വർണ്ണപ്പാളി വിവാദം ഈ തീർത്ഥാടനത്തെ അല്ലെങ്കിൽ ഈ പാവങ്ങളെ കഷ്ടപ്പെടുത്താൻ ഒരു ഉപാധി ആകാമോ? നിങ്ങൾ ഈ പ്രശ്നത്തെ തെറ്റായി വ്യാഖ്യാനിക്കാൻ പരിശ്രമിക്കുകയാണ്. ദയവായി അത്തരം ഒരു അവസ്ഥയിലേക്കല്ല പോകേണ്ടത്. കാരണം തുലാമാസത്തിൽ അവിടെ അയ്യപ്പ ദർശനത്തിന് പോയവരുമായിട്ട് നേരിട്ട് സംസാരിച്ച ഒരാളാണ് ഞാൻ. അവർ അത്ഭുതകരമായ ഒരു കാര്യമാണ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും നല്ല ക്ലീനായി കിടക്കുന്നു, അവിടെ യാതൊരു അസ്വസ്ഥതയും ഉണ്ടായില്ല എന്ന് പറഞ്ഞ ധാരാളം ഭക്തരെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും തുലാമാസത്തിലെ അങ്ങനെ ഒരു പരാതിയെ ഉയർന്നില്ല. ഈ സ്വർണ്ണപ്പാളി വിഷയം കിടക്കുമ്പോഴാണല്ലോ തുലാമാസത്തിൽ അവിടെ നട തുറക്കലും ദർശനം ഉണ്ടാവുകയും ചെയ്തത്. അത് കഴിഞ്ഞ് വൃശ്ചികത്തിലേക്ക് വരുമ്പോൾ വൃശ്ചികത്തിൽ ഈ 3 ദിവസത്തെയോ 2 ദിവസത്തെ പ്രശ്നമാണ്. ഇത് 51 ദിവസം അല്ലെങ്കിൽ 41 ദിവസം നടക്കേണ്ടുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ ആദ്യത്തെ ഒരു ദിവസത്തെ നമ്മുടെ ഒരു അല്പം പരിമിതികൾ ഉണ്ടായതിനെ വെച്ചുകൊണ്ടല്ല മൊത്തത്തിൽ അളക്കേണ്ടുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഉച്ചവരെയുള്ള കാര്യമല്ല. അങ്ങക്ക് കിട്ടിയിട്ടുള്ള ബൈറ്റുകൾ പൊതുവെ ഉച്ചവരെയുള്ള കാര്യമാണ്. ഉച്ചയ്ക്ക് ശേഷം ശ്രീ ജയകുമാർ സാറിന്റെ ബൈറ്റ് എടുത്തതിന് ശേഷവും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. വൈകുന്നേരം സ്പോട്ട് ബുക്കിംഗ് എന്നുള്ളത് ശരി, നിയന്ത്രണ വിധേയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് 11 വരെ ശരി. ഇപ്പോൾ 70,000 പേർ ഈ പറഞ്ഞ വെർച്വൽ ക്യൂ ബുക്കിംഗ് വരും എന്ന കാര്യം ആർക്കും അറിയാത്തതല്ല. വെർച്വൽ ക്യൂ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. 70,000 ഓൺലൈൻ ക്യൂവും അല്ല, 70,000 പേര് വരുമെന്നാലും നമുക്ക് അറിയാത്തതല്ല. അത് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആണല്ലോ. മറ്റേത് 20,000 നിജപ്പെടുത്തി. അതെ, നമുക്ക് ഈ വെർച്വൽ 70,000 പേരുണ്ട്. 70,000 വരും നമുക്ക് ഓൾറെഡി അറിയാം. അതിൽ അധികരിച്ച് വരുന്നവർക്ക് ശരി. അപ്പോ ഈ 70,000-ൽ 11 വരെ അല്ല, 20,000 അല്ല വന്നത്. അല്ല, ഞാൻ പറഞ്ഞു അത്രയും കണ്ടോട്ടെ. 20,000 അല്ല സാർ വന്നത്. 20,000 അല്ല വന്നെന്ന് ബോധം നമുക്ക് അറിയണ്ടേ. അത് 20,000 ആണെങ്കിൽ കൺട്രോൾഡ് ആണ്. പിക്കോപ്പൻ നമുക്കത് അറിയണ്ടേ? പോലീസുകാർക്ക് അറിവുണ്ടാവണ്ടേ? അവര് നേരെ ഒന്ന് ശബരിമലയിൽ ഒന്ന് മഴ പോലെ പെയ്യല്ലോ, താഴേന്ന് മുകളോട്ട് കയറി വരുന്നതല്ലേ? ശബരിമലയിൽ ഭക്തർ മഴ പോലെ പെയ്യാണോ? അല്ലല്ലോ, താഴേന്ന് മുകളോട്ട് കയറി വരുന്നവരല്ലേ. അവർക്ക് അറിഞ്ഞൂടെ, കണ്ടൂടെ അവർക്ക്? അങ്ങനൊന്നും പറയല്ലേ പിക്കോപ്പൻ. നമ്മൾ കേരള ചരിത്രത്തിലെ ആദ്യ തീർത്ഥാടന കാലമാണോ ഇത്? കാശ്മീർ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. അത് ഞാൻ വളരെ കൃത്യമായിട്ട് തീർത്തു പറയാം. ഏതെങ്കിലും തരത്തിലൊരാൾ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ബോധപൂർവ്വം പോകുന്നെങ്കിൽ അങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ നിരാശപ്പെടേണ്ടി വരും. അങ്ങ് പറഞ്ഞു മുമ്പും ശബരിമലയിൽ തിരക്കുണ്ടായിട്ടുണ്ടല്ലോ എന്ന്. അങ്ങ് കഴിഞ്ഞ 10 വർഷത്തെ ശബരിമലയിലെ അല്ലെ 25 വർഷത്തെ ശബരിമലയിലെ വാർഷിക കണക്കെടുത്ത് പരിശോധിക്കുക, എത്രയാ വരുന്നതെന്ന്. കഴിഞ്ഞ വർഷം ഈ ദിവസം വന്ന ആള് 33,000 ആണ് 11 മണി വരെ.
ഇന്ന് അവിടെ എത്തിയത് 50,000 മേളാണ് ആ 11 മണിയുടെ ക്യൂവിൽ. അപ്പോൾ അപാരമായ ആൾ തിരക്ക് ഓരോ വർഷവും കൂടി വരികയാണ്. മുൻകാലങ്ങളിൽ തിരക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ശരി, ഞാനെത്താം. അത്ര കൂടുതൽ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ലെന്ന്. അല്ല, അനധികൃതം എന്ന വാക്ക് അവിടുത്തെ വെർച്വൽ പറയട്ടെ, ഞാനത് പറയട്ടെ, വെർച്വൽ ക്യൂവും അവിടുത്തെ സ്പോട്ട് ബുക്കിങ്ങും അല്ലാതെ കടന്നു വരുന്നവരെയാണ്, അല്ലാതെ അവർ എന്തെങ്കിലും കുഴപ്പം കാണിച്ചെന്നല്ല ഞാൻ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.